കോൺഗ്രസ്സുകാർ നല്ല വോട്ട് ചെയ്യാൻ സമയമില്ലായിരിക്കും, അന്നേരം എനിക്ക് കള്ളവോട്ട് ചെയ്യുന്നത്. നല്ല വോട്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് ജയിച്ചാൽ അതൊന്നും ചെയ്തില്ല, എന്നിട്ടാണ് ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത്. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും കോൺഗ്രസിന്റെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിപ്പിക്കാനും അദ്ദേഹം നടത്തിയ ഒരു ശ്രമമുണ്ട്. അത് കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയം കൂടിയായിരുന്നു. കേരളത്തിലെ വോട്ടർ പട്ടിക മുഴുവൻ പരിശോധിച്ച് എത്ര കള്ളവോട്ടുകളുണ്ട്, എത്ര ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു രമേശ് ചെന്നിത്തല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ചെറിയ നമ്പറായിരുന്നില്ല. 4,34,000 ഇരട്ട വോട്ടുകളാണ്. 4,34,000. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഈ വോട്ടുകൾക്ക്. പല മണ്ഡലങ്ങളിലെയും വിജയം നിശ്ചയിക്കാൻ കഴിയും ഈ വോട്ടുകൾക്ക്. അത്രയും നിർണായകമാണ് ഈ 4,34,000 വോട്ടുകൾ. ആ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെട്ടാണ് 38,000-ഓളം ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തത് എന്നും നാം കണ്ടതാണ്. രമേശ് ചെന്നിത്തല തുടങ്ങിവെച്ച, കേരളത്തിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഈ മൂവ്മെന്റാണ്, അല്ലെങ്കിൽ ഈ നിർണായകമായ ഇടപെടലാണ് ഇന്ത്യയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയത്. രാഹുൽ ഗാന്ധി ചെയ്തത് അതേ കാര്യം തന്നെയായിരുന്നു. എവിടെയൊക്കെ കള്ളവോട്ടുകൾ ഉണ്ടായി, ആരൊക്കെയാണ് കള്ളവോട്ടുകൾ ചേർത്തത്, വിജയത്തെ തന്നെ, ഒരു മണ്ഡലത്തിന്റെ വിജയത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും എങ്ങനെ പ്രവർത്തിച്ചു എന്ന് തെളിവ് സഹിതം വാർത്താ സമ്മേളനം നടത്തി പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ ആ ഇടപെടൽ പിന്നീട് ഇന്ത്യ ഏറ്റെടുത്തു, ഇന്ത്യ സഖ്യം ഏറ്റെടുത്തു, പാർലമെന്റിൽ ബഹളമായി, കോടതി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചയായി മാറുകയും മോദി സർക്കാർ അധികാരത്തിൽ വന്നത് വോട്ട് മോഷ്ടിച്ചിട്ടാണ് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തു. ഇതേ നടപടി തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല 2021 കേരളത്തിൽ തുടക്കമിട്ടത്. അതിൻ്റെ ഒരു വലിയ രൂപം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ച ഒരു പ്രവർത്തന രീതി, അത് ഏറ്റെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ ഇടപെടൽ ഇന്ത്യയിൽ വലിയ ചർച്ചയായി മാറി. രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അന്ന് കേരളത്തിലും വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വേണ്ട രീതിയിൽ ഇടപെട്ടോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിന് പിറകിൽ എന്തായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ് തൃശ്ശൂരിൽ നടന്നത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് കള്ളവോട്ടുകൾ BJP ചേർത്തത് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. തെളിവുകൾ സഹിതമാണ് പുറത്തു വരുന്നത്. ഇരട്ട വോട്ടുകൾ എത്രയുണ്ടായിരുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, സുരേഷ് ഗോപി തന്നെ വോട്ട് ചേർത്തത് വ്യാജമായിട്ടാണ്, വ്യാജ സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ സുരേഷ് ഗോപിക്ക് MP സ്ഥാനം നഷ്ടപ്പെടും. ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തല ഉയർത്തിയ പ്രശ്നം അവശേഷിക്കുകയാണ് കേരളത്തിൽ. എന്തു ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ? എന്ത് നടപടികളാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചത്? അതറിയണം എന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്. കത്തിന് മറുപടി കിട്ടിയാൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കാര്യം ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നു. ദേശീയ തലത്തിൽ അതേ രൂപത്തിൽ രമേശ് ചെന്നിത്തല എന്താണോ ചെയ്തത് അതേ രൂപത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയും അത് ഇന്ത്യയിൽ തന്നെ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ച കാര്യം എവിടെ എത്തി, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എത്ര വോട്ടുകൾ നീക്കം ചെയ്തു എന്നത് സംബന്ധിച്ച് എന്തൊക്കെ തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതാണ്. അതേക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മറുപടി കിട്ടിയാൽ മറ്റൊരു വലിയ വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. അത് വോട്ടർ പട്ടികയിൽ നിന്ന് ഇരട്ട വോട്ടുകൾ നീക്കിയില്ലെങ്കിൽ അതും വാർത്തയാണ്. നീക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എന്ന കണക്ക് അതും കൂടി അറിയേണ്ടതുണ്ട്. അതിൽ ആരുടെയൊക്കെ വോട്ടുകളാണ് മാറ്റിയത്? അപ്പോൾ എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ തൃശ്ശൂരിൽ BJP ചേർത്ത ഇരട്ട വോട്ടുകൾ എന്തുകൊണ്ട് ഒഴിവായില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇരട്ട വോട്ടുകളുടെ പ്രശ്നം, കള്ളവോട്ടുകളുടെ പ്രശ്നം സജീവ ചർച്ചയായി മാറുമ്പോൾ കേരളത്തിലും അത് സമാനമായ ചർച്ചകൾക്ക് ഇടയാക്കുന്നു എന്നർത്ഥം.